നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ആയിരക്കണക്കിന് പേർ തടിച്ചുകൂടിയ ഭോലെ ബാബയുടെ സത്സംഗ് വേദിയിൽ 15ഓളം പേർ ശ്വാസം മുട്ടിക്കാനുള്ള വിഷം സ്പ്രേ ചെയ്തെന്നും അത് അപകടത്തിന് കാരണമായെന്നും ബാബയുടെ അഭിഭാഷകൻ. ഭോലെ ബാബയുടെ ഉയരുന്ന ജനപ്രീതി തകർക്കാനാണ് ഈ അട്ടിമറി നടന്നതെന്ന് AP സിംഗ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 15-16 പേർ ഇത്തരം സ്പ്രേയുമായി നടക്കുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. ഉത്തർപ്രദേശിലെ ഒരു വലിയ രാഷ്ട്രീയ നേതാവിന് ഈ അട്ടിമറിയിൽ കൈയുള്ളതായി ചില ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് വിഷസ്പ്രേയുടെ വിവരം ബാബയുടെ അഭിഭാഷകൻ പുറത്തുവിടുന്നത്. പോസ്റ്റ്മോർട്ടം പ്രകാരം പലരും കൊല്ലപ്പെട്ടത് ചവിട്ടുകൊണ്ടല്ല, പകരം ശ്വാസം മുട്ടിയാണ്. ഭോലെ ബാബയുടെ സത്സംഗ് പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 110 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നിൽ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ കൈകൾ ഉണ്ടെന്നതിന്റെ ചില സൂചനകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം ഭോലെ ബാബയെ കൂട്ടുപിടിച്ചാണ് അപകടം സൃഷ്ടിച്ചതെന്നും പോലീസ് കരുതുന്നുണ്ട്. ഇതോടെ ഇന്ത്യയിൽ പരക്കെ അട്ടിമറി പ്രവർത്തനങ്ങൾ നടക്കുന്നതായി സംശയം. ഈ അടുത്ത കാലത്തായി ഉണ്ടായ തീവണ്ടി അപകടങ്ങൾ, തുടരെയുള്ള തീപിടുത്തങ്ങൾ എന്നിവയിലെല്ലാം അട്ടിമറി പ്രവർത്തനങ്ങളുടെ ഭാഗമാണോ എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. ഈയിടെ നീറ്റ് പരീക്ഷയിൽ പരീക്ഷാ പേപ്പർ ചോർന്നുണ്ടായ പ്രശ്നങ്ങൾ ബോധപൂർവം ആരുടെയോ സൃഷ്ടിയാണെന്നാണ് CBI സംശയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏതാനും പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഒരാൾക്ക് ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവിന്റെ ഒരു അനുചരനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു മാസത്തിനുള്ളിൽ മോദി സർക്കാർ താഴെ വീണും എന്ന പ്രഖ്യാപനം ലാലു പ്രസാദ് യാദവ് നടത്തിയതും രഹസ്യാന്വേഷണ ഏജൻസികൾ കാര്യമായി പരിശോധിക്കുന്നുണ്ട്. നീറ്റ് പോലെ ഇത്രയധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു പരീക്ഷ കാര്യക്ഷമമായി നടത്താൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്ന പ്രതീതി ജനിപ്പിക്കാനാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തി അഖിലേന്ത്യാ സമരത്തിന് ഒരുങ്ങുന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ. വാസ്തവത്തിൽ CBI പ്രതികളെ ഒന്നൊന്നായി അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കെയാണ് തിരക്കിട്ട സമരത്തിന് നീക്കം നടത്തുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി രാഹുൽ ഗാന്ധിയും മറ്റും ഇന്ത്യൻ പട്ടാളത്തിൽ ഭിന്നതയുണ്ടാക്കാൻ വേണ്ടി ചില പ്രസ്താവനകളിലൂടെ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം അഗ്നിവീറുകളുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചത്. കോൺഗ്രസ് ഭരണകാലത്തുള്ളതുപോലെ വലിയ അഴിമതികൾ മോദിയുടെ ഭരണത്തിൽ ഇല്ല. അതിനാൽ അത്തരം ആരോപണങ്ങൾ ഉയർത്തി മാധ്യമ വാർത്തകൾ സൃഷ്ടിച്ച് ബഹളമുണ്ടാക്കാൻ അവർക്കാകുന്നില്ല. അതിനാൽ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തി ഈ സർക്കാരിന് ഒരു കാര്യവും പിഴവുകളില്ലാതെ നടത്താൻ കഴിയുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന്റെ ക്ലാസിക് ഉദാഹരണമാണ് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്ന സംഭവം. വിദേശ ഫണ്ടുകൾ വാങ്ങി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന NGOകളും ജോർജ് സോറസിനെ പോലെ ഇന്ത്യൻ ഭരണം അട്ടിമറിക്കാൻ അഹോരാത്രം പണിപ്പെടുന്ന അമേരിക്കൻ ശതകോടീശ്വരന്റെ ദല്ലാൾ പണി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരുടെ സിൻഡിക്കേറ്റുകളും തീവ്രവാദ ഗ്രൂപ്പുകളും എല്ലാം സർക്കാർ പ്രവർത്തനങ്ങൾ ശരിയല്ലെന്ന് വരുത്തി ാവുന്ന എന്തൊക്കെ അട്ടിമറികൾ നടത്താം എന്നതിനെക്കുറിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച കേന്ദ്ര സർക്കാർ നടത്തുന്ന UPSC പരീക്ഷയെക്കുറിച്ച് വിമർശിക്കുന്ന വീഡിയോകളും പോസ്റ്റുകളും ഇതിനൊരു ഉദാഹരണമാണ്. പ്രധാനമായും X, Facebook, Instagram പോലുള്ള സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇവർ ഭരണത്തെ ആക്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.